ഹായ് പറയൂ ഡാഡി. ഹായ്. ഓപ്പറേഷൻ മാംഗോസ്. ഓപ്പറേഷൻ മാംഗോസ് സക്സസ്ഫുൾ. അതെ, ഞങ്ങളുടെ ചെറുപ്പത്തിലേക്ക് ഇവിടേക്ക് ഇഷ്ടംപോലെ പറമ്പുകളും ആ പറമ്പുകളിൽ ധാരാളം മാവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലതരം മാങ്ങകളാണ്. അതായത് കോമാങ്ങ, തൊണ്ട് ചവർപ്പൻ മാങ്ങ, പിന്നെ എല്ലാം എനിക്കൊന്ന് ഓർമ്മ ചങ്കിരി മാങ്ങ, അതുപോലെ ഓരോ മാങ്ങയ്ക്ക് ഓരോ പേരുണ്ട്. നാട്ടുമാങ്ങ. അപ്പോൾ ചില മാങ്ങകളൊക്കെ സ്പെഷ്യലാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ചപ്പി പിടിക്കാനായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള മാങ്ങകളുണ്ട്. അപ്പോൾ എന്തെങ്കിലും കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഓടും മാവിൻ്റെ ചുവട്ടിലേക്ക്. എന്നിട്ട് അവിടെ കിടക്കുന്ന, അതായത് കാറ്റിട്ട് കൊഴിഞ്ഞു വീഴും മാങ്ങകൾ. ടപ്പേന്നിങ്ങനെ വീഴും, പടപടപടേന്നിങ്ങനെ വീഴും. ആ മാങ്ങ പെറുക്കിയെടുക്കാനാണ് ഈ ഓടണത്. ചില മാങ്ങകൾ ഇതിൽ ഞെട്ടിയുണ്ടല്ലോ, മാങ്ങയുടെ ഈ ഞെട്ടി ഇങ്ങനെ കളഞ്ഞിട്ട് ഞെക്കും എല്ലാ സൈഡും. അപ്പൊ നല്ല പതുപതുന്നാവുമല്ലോ. പിന്നെ കുറച്ച് ഞെക്കി കുറച്ച് ഫസ്റ്റ് വരുന്ന ആ ജ്യൂസ് കളയും. കാരണം അതിനൊരു ചവർപ്പ് കറയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിങ്ങനെ വായിൽ വെച്ച് ഇങ്ങനെ ചപ്പി വലിച്ച് കഴിക്കും. ആ എന്താ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എന്നറിയാം. ഇതൊക്കെയാണ് പഴയകാല ഓർമ്മകൾ അബൌട്ട് മാംഗോസ്. നൈസ്. മമ്മിക്ക് എന്തെങ്കിലും ഓർമ്മകളുണ്ടോ മമ്മി? മാമ്പഴക്കാലം ഓർമ്മകൾ ഒന്നുമില്ലേ? മമ്മിയൊക്കെ ഒരു കാറ്റടിക്കുമ്പോഴേക്കും മാവിൻ്റെ ചുവട്ടിലേക്ക് ഓടണ ടീമാണ്. പിന്നെ സ്പ്രിന്റ് റാണിയായിരുന്നല്ലോ. മമ്മിയൊക്കെയായിരിക്കും ഫസ്റ്റ് അടിക്കുന്നത്. പിന്നെ മമ്മി മാവേൽ കയറാനും മെടുക്കിയായിരുന്നു. അത്യാവശ്യം മരത്തിൽ കയറിയായിരുന്നു അല്ലേ? നോക്കട്ടെ, അപ്പൊക്കെ കാണിക്കൂ. നോക്കട്ടെ മമ്മി. പലതരം എക്സോട്ടിക് മാംഗോസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള. അതിലൊരു ടൈപ്പ് മാങ്ങയാണിത്. ബംഗനപ്പള്ളി എന്ന് പറയും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു കാര്യം കുഞ്ഞനാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ പുളിശ്ശേരി വയ്ക്കില്ലേ, മാമ്പഴ പുളിശ്ശേരി, അതിന് സൂപ്പർ സൂട്ടബിൾ മാങ്ങയാണിത്. നല്ല വിലയുണ്ട്. കഴിച്ചു നോക്കട്ടെ.